സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ രണ്ടാം ഘട്ടം വിഷുവിന് ശേഷം തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. 1600 രൂപ വീതമുള്ള ക്ഷേമ പെൻഷന്റെ 2 മാസത്തെ തുകയായ 3200 രൂപയുടെ വിതരണമാണ് ഇപ്പോൾ അവസാന ഘട്ടത്തോട് അടുക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുന്നവരിൽ ഭൂരിഭാഗം പേർക്കും കഴിഞ്ഞ ആഴ്ച തന്നെ പെൻഷൻ തുക അക്കൗണ്ടുകളിൽ എത്തിയിരുന്നു. വിതരണം തടസ്സപ്പെട്ടവർക്കും ഒരു മാസത്തുകയായ 1600 രൂപ മാത്രം വന്നവർക്കും തിങ്കളാഴ്ച മുതൽ അക്കൗണ്ടുകളിലേക്ക് വീണ്ടും തുക എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതേസമയം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ കേന്ദ്രവിഹിതമുള്ള 7 ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾക്ക് 400 രൂപ മുതൽ 1000 രൂപ വരെ കുറവായിട്ടാണ് പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി വിതരണം ചെയ്യുവാൻ കൈമാറിയിരുന്നു. എന്നിട്ടും വിഷുവിന് മുമ്പായി കേന്ദ്രവിഹിത തുക എത്താതെ ഇരുന്നത് സാങ്കേതിക തകരാർ മൂലമാണെന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായെന്നും ഉടനെ തന്നെ കേന്ദ്രവിഹിതമായ 400 മുതൽ 1000 രൂപ വരെയുള്ള തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് പുതിയ അറിയിപ്പ് എത്തിയിരിക്കുന്നത്. സഹകരണ ജീവനക്കാർ മുഖേന വീടുകളിലേക്ക് പെൻഷൻ തുക ലഭിക്കുന്ന ലക്ഷക്കണക്കിന് പേർക്കാണ് ഇനിയും തുക എത്തിച്ചേരുവാനുള്ളത്. വിഷുവിന് ശേഷം കൈകളിലേക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണവും സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ്. ഈ ആഴ്ചയോടെ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ കുടിശ്ശിക പെൻഷനായിരുന്ന 3200 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് പൂർത്തിയാകുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ശനിയാഴ്ചയോടെ ഈ 3200 രൂപയുടെ വിതരണം അവസാനിച്ചതിന് ശേഷം അടുത്ത ആഴ്ച മുതൽ മറ്റൊരു 3200 രൂപ കൂടി വിതരണം ചെയ്യുന്നതിനുള്ള ഫണ്ട് വായ്പ വഴി കണ്ടെത്തുവാനുള്ള ശ്രമം നടത്തുവാനൊരുങ്ങുകയാണ് സർക്കാർ. നിലവിൽ ഈ ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുമെന്ന് ബജറ്റ് അവതരിപ്പിക്കവേ ധനമന്ത്രി അറിയിച്ചിരുന്നതാണ്. അതിനോടൊപ്പം തന്നെ കുടിശ്ശിക ആയിരിക്കുന്ന പെൻഷനുകളിൽ ഒരു മാസത്തെ തുക കൂടി ചേർത്ത് 3200 രൂപ ഏപ്രിൽ അവസാന ദിനങ്ങളിൽ വിതരണം ചെയ്യുവാനുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടുവരുന്നത്. 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണത്തിന് 1500 കോടി രൂപ വേണം. സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും 2000 കോടി രൂപ വായ്പ എടുക്കുന്നതിനുള്ള നടപടികൾ ധനവകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ആഴ്ചയോടെ തന്നെ അറിയുവാൻ കഴിയുന്നതാണ്.